കൊടും കുറ്റവാളികളെ തോക്കുകൊണ്ട് വെടിയുതിർത്ത് കീഴ്പ്പെടുത്തുന്ന പോലീസ്. തമിഴ്നാട്ടിലും കർണാടകയിലും ഇതൊക്കെ നടക്കുമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ കേരള പോലീസിന്റെ തോക്കിലും ഉണ്ടയുണ്ടെന്ന് മനസ്സിലായി. തിരുവനന്തപുരം ആര്യങ്കോട് കത്തിയും കയ്യിൽ പിടിച്ച് ഭീതി വിതച്ച കാപ്പ കേസ് പ്രതിയെ കീഴ്പ്പെടുത്താനാണ് SHO വെടിയുതിർത്തത്. എന്നാൽ ഉന്നം തെറ്റിയതോടെ പ്രതി രക്ഷപ്പെട്ടു. പിന്നാലെ പ്രതി കിരണിന് വേണ്ടിയുള്ള തിരച്ചിൽ. പോലീസിനെ വെട്ടിച്ചു മുങ്ങിയ പ്രതിയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കിരണിനെ കാട്ടാക്കടയിൽ നിന്നും പൊക്കി. പോലീസിനെ വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കിരണിനെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു. കിരണിനോട് ഈ പ്രദേശത്തേക്ക് വരരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം കിരൺ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. വീട്ടിൽ സുഹൃത്തുക്കളായ ഗുണ്ടകളുമായി ചേർന്ന് ലഹരി പാർട്ടി നടത്തി. തുടർന്നാണ് ഇയാളെ കരുതൽ തടങ്കലിലെടുക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചത്. രാവിലെ SHO തൻസീം അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൈലി കിരണിന്റെ വീട് വളഞ്ഞു. അതിനിടെ വെട്ടുകത്തി എടുത്തുകൊണ്ട് പ്രതി വീടിന് പുറത്തേക്ക് വരികയും ഒന്നിലധികം തവണ SHOയെ വെട്ടാൻ ശ്രമിക്കുകയുമായിരുന്നു. SHO ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും വീണ്ടും ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് SHO വെടിയുതിർത്തതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. SHOയുടെ നടപടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് DIG വ്യക്തമാക്കി. തുടർന്ന് കാട്ടാക്കടയിൽ അഭിഭാഷകനെ കാണാനെത്തിയ കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസ് നീക്കം. നിലവിൽ 12 കേസുകളിലാണ് കൈലി കിരണിന്റെ പേരിലുള്ളത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. പ്രതി മുൻപും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. നോട്ടീസ് നൽകാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അന്നും വെട്ടുകത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവരെയും പിടികൂടാൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.